ചോദിക്കാം, എങ്ങനെയാണ് ഇവള് ഖുർആൻ പാരായണം ചെയ്യാൻ പോകുന്നതെന്ന്. യശ ഇന്ന് ഖുർആൻ ഓതാണ് അല്ലെ? എങ്ങനെയാണ് യശ ഖുർആൻ ഓതുന്നത്? ഖുർആൻ നോക്കി ഓതുകയാണോ അതോ കാണാതെ ഓതുകയാണോ? കാണാതെ ഓതുകയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ ഇവിടെ നിന്ന് ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകൾ ഓതിയാൽ അതിന്റെ ബാക്കി യശക്ക് ഓതാൻ പറ്റുമോ? ഓതാൻ പറ്റും. മാഷാ അല്ലാഹ്, വെരി ഗുഡ്. ഇപ്പൊ ടീച്ചറെ നമ്മളോട് യശ പറയുന്നു, ഖുർആനിലെ ഏതായത്തുകള് നമ്മൾ ഓതിയാലും അതിന്റെ ബാക്കി അവൾ ഓതുമെന്നുള്ളത്. അപ്പൊ നമുക്കൊന്ന് ചോദിക്കാം ഇവളോട്. യശ, നമ്മുടെ ടീച്ചർ ഇവിടെ ഉണ്ട്, റെഡിയാണോ മോളെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സമാഇ ദാത്തിൽ ബുറൂജ് വയൗമിൽ മൗഊദ് വസ്സമാഇ വത്ത്വാരിഖ് വമാ അദ്റാക മത്ത്വാരിഖ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ് ഹും അലൈഹാ ഖൂദ് യഖ്റുജു മിൻ ബൈനിസ് സുൽബി വത്തറായിബ് യൗമ തുബിലസ് സറായിർ യഖ്റുജു മിൻ ബൈനിസ് സുൽബി വത്തറായിബ് ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. വെരി ഗുഡ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. യശക്കുട്ടി വളരെ നന്നായിട്ട് ചൊല്ലിയല്ലോ. ഇതാ നമുക്ക് ഒരുപാട് ഓഡിയൻസ് ഉണ്ട് ഇവിടെ. ഓഡിയൻസില് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കും ചോദിക്കാം. യശ റെഡിയാണ്. നിങ്ങൾ ഒരായത്ത് ഓതിയാൽ അതിന്റെ ബാക്കി, അതിന്റെ തുടർച്ച യശ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓതി തരും. അപ്പോൾ ഓഡിയൻസില് ആരാണ് യശക്കുട്ടിയോട് ചോദിക്കുന്നത്? ഓക്കെ, റെഡി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നഹു യകീദൂന കൈദാ വഅകീദു കൈദാ ഇന്നഹു ലഖൗലുൻ ഫസ്ൽ വമാ ഹുവ ബിൽ അസിൽ വസ്സമാഇ ദാത്തിർ റജ്അ് വൽ അർളി ദാത്തിസ് സദ്ർ ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ് خلق من ماء دافق النجم الثاقب إن كل نفس لما عليها حافظ وهم على ما يفعلون بالمؤمنين شهود وما نقموا منه إلا أن يؤمنوا بالله العزيز الحميد وشاهد ومشهود قتل أصحاب الأخدود. അപ്പൊ യശക്കുട്ടി മോളെ, എന്താ ഇത്? എങ്ങനെയൊക്കെയാ ഇത് പഠിച്ചെടുത്തത്? ഏയ് ചിരിക്കാണോ? പറയ, എങ്ങനെ ഇതൊക്കെ പഠിച്ചെടുത്ത? മോക്ക് എത്ര വയസ്സായി? 4 വയസ്സായിട്ടേ ഉള്ളൂ. 4 വയസ്സായപ്പോഴേക്കും ഇതൊക്കെ പഠിച്ചോ? കണ്ടോ, യശക്കുട്ടി 4 വയസ്സായപ്പോഴേക്കും ഇവിടെ നിന്ന് ചോദിച്ചപ്പോഴും അവിടെ നിന്ന് ചോദിച്ചപ്പോഴൊക്കെ അവളുടെ കയ്യിൽ ഉത്തരവുണ്ട്. ഇങ്ങനെ ആവണം നമ്മുടെ മക്കള്. മോളുടെ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ട്? ഉപ്പച്ചി, ഉമ്മച്ചി, കുഞ്ഞുവാവയുണ്ട്. ഓ, അപ്പൊ നോക്ക, എവിടെ മോളുടെ ഉമ്മച്ചി? ഏതാണ്? യശയുടെ ഉമ്മ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ ഉമ്മയുടെ പേര്? ജസ്ന. ജസ്ന. എവിടെയാ സ്ഥലം? ആക്കോട്. ആക്കോടാണല്ലേ. അപ്പൊ ഞങ്ങളെല്ലാരും യശയുടെ പാരായണം കേട്ട് വണ്ടറടിച്ചിരിക്കുക ഇവിടെ. എങ്ങനെ ഇതൊക്കെ സാധിച്ചെടുക്കുന്നത്? സാധാരണ കുട്ടികളെ ഹിഫ്ള് ആദ്യം മുതൽ അവസാനം വരെ ഒരൊറ്റ ശ്വാസത്തിൽ അങ്ങനെ അങ്ങ് ഓതി തീർക്കും. പക്ഷെ ഇതല്ല, ഇടയിൽ എവിടെ വെച്ച് ചോദിച്ചാലും ഇവളുടെ അടുത്ത് ഉത്തരവുണ്ട്. എങ്ങനെ പഠിച്ചെടുത്തു ഇതൊക്കെ? ഇവിടെ അവളെ ടീച്ചേഴ്സ് തന്നെ. ടീച്ചേഴ്സ് തന്നെയാണ് കാര്യമായിട്ട്. പിന്നെ നമ്മള് നോക്കും രാത്രി വീട്ടിൽ വന്നിട്ട്. രാത്രി വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങളും ചോദിക്കും. ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണോ മുന്നോട്ട് കൊണ്ടുവന്നത്? ചോദ്യങ്ങൾ ചോദിച്ച് അവൾ ഉത്തരം പറഞ്ഞിട്ട്. എത്ര സൂറത്തുകൾ ഇവളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്? സൂറത്തുൽ മുത്തഫിഫീൻ വരെ ഇതുപോലെ അവൾക്ക് ബാലൻസ് റെസിറ്റേഷൻ ചെയ്യാൻ പറ്റും. മാഷാ അല്ലാഹ്. അപ്പൊ യശക്കുട്ടി വളരെ നല്ല രീതിയിൽ തന്നെ ബാലൻസ് റെസിറ്റേഷൻ ചെയ്തു കഴിഞ്ഞു. വേറെന്തൊക്കെയുണ്ട് മോളുടെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? പാട്ടോ കഥയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
പാട്ടറിയാം. എന്തൊക്കെ പാട്ടുകൾ അറിയാം? പൂമ്പാറ്റയെ കുറിച്ചുള്ള പാട്ട് അറിയാം. പിന്നെ പൂമ്പാറ്റയെ കുറിച്ചുള്ള പാട്ട്, 5 കുരുവികളെ കുറിച്ചുള്ള പാട്ട് അറിയാം. ഖുർആൻ പാരായണങ്ങളും അതുപോലെ തന്നെ മറ്റു പല പാട്ടുകളും കഥകളും ഒക്കെ ഇവര് ഈ പ്രായത്തിനിടക്ക് തന്നെ മനഃപ്പാടമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കേൾക്കാം നമുക്ക്. أمي ربة بيت أمي ما أحلاها كيف البيت يكون لا أخلف لولاها أمسى حتى نفسي لكن لا أنساها أطمعي ترعالي ربي دوما يرهاها. ഏയ് യശ, ഉഷാറായിട്ട് പാടിയല്ലോ, വെരി ഗുഡ്. ഈ പാട്ട് ആരാ പഠിപ്പിച്ചെന്നത്? മിസ്സാണ്. ഉമ്മയെ കുറിച്ചുള്ള ഒരു പാട്ടാണ് അല്ലേ? അല്ലേ? ഒരു ഉമ്മയാണ് വീടിന്റെ എല്ലാം.